ബീഹാറിന്റെ ജനവിധി നാളെ അറിയാം. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അവസാനവട്ട കണക്ക് കൂട്ടലിലാണ് മുന്നണികൾ. ഉയർന്ന പോളിംഗ് ശതമാനം അനുകൂലമെന്നാണ് NTAയുടെ വിലയിരുത്തൽ. അതേസമയം എക്സിറ്റ് പോളുകൾക്ക് വിപരീതമായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. നാളെ വോട്ടെണ്ണാനിരിക്കെ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് ഇരു മുന്നണികളും. വികസനവും ജനക്ഷേമ പദ്ധതികളും ചർച്ച ചെയ്ത തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ കൂടെ നിൽക്കുമെന്ന വിലയിരുത്തലിലാണ് NDA നേതൃത്വം. രണ്ട് ഘട്ടത്തിലെയും ഉയർന്ന പോളിംഗ് ശതമാനം ആത്മവിശ്വാസം നൽകുന്നതാണെന്നും BJP നേതാക്കൾ പ്രതികരിച്ചു. കൂടാതെ എക്സിറ്റ് പോളുകളും മികച്ച വിജയം പ്രവചിച്ചതുകൊണ്ട് തന്നെ BJP NDA സഖ്യം ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഭരണവിരുദ്ധ വികാരമാണ് ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്താൻ കാരണമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. എക്സിറ്റ് പോളുകൾ തെറ്റിക്കുന്നതാകും യഥാർത്ഥ ജനവിധിയെന്നും RJD കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചു. ഇന്ത്യ മുന്നണിയിൽ RJD മികച്ച പ്രകടനം കാഴ്ചവെക്കുമെങ്കിലും കോൺഗ്രസും ഇടതു പാർട്ടികളും ദുർബലമായതിനാൽ മുന്നണി തകർന്നടിയുമെന്നാണ് അഭിപ്രായ സർവേകളും എക്സിറ്റ് പോൾ ഫലങ്ങളും ചൂണ്ടിക്കാട്ടിയത്. 243 അംഗ നിയമസഭയിൽ 122 അംഗങ്ങളാണ് ഭരിക്കാൻ ആവശ്യമുള്ളത്. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലും പൊതുയിടങ്ങളിലും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ 20 വർഷത്തിനിടയിലെ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാർ ജനതയുടെ വിധി അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പട്നയിലെ കൗണ്ടിംഗ് സ്റ്റേഷന് മുൻപിൽ നിന്നും കൃഷ്ണകുമാറിനൊപ്പം ജിഷ്ണു കൃഷ്ണൻ, ജനം.